ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഫത്താറാണ്. ഒരു അറബിക് ഡിഷ് കൂടെയാണ്. അത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നമുക്കൊരു എന്താ പറയേണ്ട ഒരു പിസ്സ പോലെയൊക്കെ ഇരിക്കും, ചീസൊക്കെ ചേർന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫത്തായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡോ റെഡിയാക്കണം. അതിനായിട്ട് ചെറിയ ചൂടുള്ള 1 കപ്പ് പാലും 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ഒരു 4 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, കാരണം ഡയറക്റ്റായിട്ട് തന്നെ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൈദാമാവ് ഒരു 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിലാണ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ടുന്നത്. പിന്നീട് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷമാണ് 1/2 കപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് മൈദയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മളിത് പുറത്ത് തന്നെ വെച്ചിരിക്കണം. ചില സ്ഥലത്ത് ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറൊക്കെ മതിയാവും ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 2-3 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിരിക്കണം. ഞാനൊരു ക്ലിംഗ് ഫിലിം വെച്ച് നല്ലപോലെ അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ഒലിവ് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 2-3 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒരു സവാള. അപ്പോൾ സവാളയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കണക്കൊന്നും ഞാൻ പറയാനില്ല, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിക്ക് പകരം ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആദ്യം ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് അതും ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒറിഗാനോ അത് 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 1/4 കപ്പ് മല്ലിയില അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി മാവ് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2ആയിട്ട് അല്ലെങ്കിൽ 3ആയിട്ട് വരെ നമുക്ക് ഈ മാവ് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഒരു 3 ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഉണ്ടാക്കി എടുക്കണുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലല്ല, ഒന്ന് ഓവൽ ഷേപ്പിൽ, അതായത് നേരെ ആണ് നമ്മളിതിനെ പരത്തി നല്ലപോലെ എടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മാവ് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ 2 മാവും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ട്രേയുടെ മുകളിൽ ബട്ടർ പേപ്പർ തേച്ചതിന് ശേഷം അതിൽ കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷമാണ് ഞാൻ മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ 2 സൈഡും നമ്മൾ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിസ്സയിൽ
നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിൽ പിസയിൽ അതിനറ്റത്ത് ഇതുപോലെ മൊസറല്ല ചീസ് വെച്ചെടുക്കും. അപ്പോൾ അതുപോലെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചീസ് വെച്ചതിന് ശേഷം മാവ് കൊണ്ടൊന്ന് കവർ ചെയ്ത് വേണം നമ്മൾ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ 2 സൈഡും ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ബേക്കായി വരുമ്പോഴത്തേക്കും ആ ഒരു സൈഡ് കൂടെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റും കുറച്ച് ചീസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചീസ് കൂടെ ഈ 2 സൈഡും വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലും നമ്മളിതുപോലെ മൊസറല്ല ചീസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ രണ്ടിലും നടുക്ക് ഞാൻ ഫില്ലിങ് നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കുറച്ച് ഒലിവ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 4-5 ഒലിവ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിസ്സ പോലെ നമുക്ക് ഹാലപ്പിനൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം വെറുതെ ഒലിവ്സ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡ് അതിൻ്റെ രണ്ടിലും നമുക്ക് 2 സൈഡിലും ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കുറച്ച് ഒറിഗാനോയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 തൊട്ട് 15 മിനിറ്റ് വരെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫത്താര റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ അറ്റമൊക്കെ നമ്മൾ നേരത്തെ മൊസറല്ല ചീസ് വെച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നല്ല പോലെ ചീസ് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. നടുക്കും അതേപോലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചീസും ഫില്ലിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്